എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിച്ചില്ലല്ലോ. എന്നെ ഞാൻ വെച്ച വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ലേ? അതോടെ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് തീർന്നില്ലേ? ഉറുപ്പ് സാറേ, നിങ്ങളിപ്പൊ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നതേ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാടാ. മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ പാഠം. പ്രകാശ, അപ്പോ നീ മാനസാന്തരം വന്ന് വിശുദ്ധനായെന്ന് കേട്ടതൊക്കെ ശരിയാണല്ലേ? അതെ. ശ്യാമേ, ഇനിയെങ്കിലും ഒന്ന് പറ, എന്റെ അച്ഛൻ എന്താ പറ്റിയത്? ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കരുത്. ഇവരെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ പ്ലീസ്. ഹലോ സാർ, ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. അതെ സാർ. അകത്തേക്ക് ചെന്നോളൂ. വിക്രം, കൃത്യമായിട്ട് പേഷ്യന്റ് മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. വളരെ ഹൈറ്റിലുള്ള ഏതോ ബിൽഡിംഗിൽ നിന്ന് കാലുവഴുതി വീണുന്നാ ഇവിടെ ഇദ്ദേഹത്തെ എത്തിച്ചവര് പറഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭാഗ്യം, ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഒരു മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. സാധാരണ സംഭവിക്കുന്ന പോലെ എത്തിച്ചവരൊക്കെ അപ്പോ തന്നെ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാ പോലീസിനെ വിളിച്ചത്. അതവിടെ നിൽക്കട്ടെ. പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാ. ഒരു സർജറി കഴിഞ്ഞു. ഇനി അടിയന്തരമായിട്ട് മറ്റൊരു സർജറി കൂടി ചെയ്യണം. എന്നാലേ എന്തെങ്കിലും ഹോപ്പുള്ളൂ. 4-5 ലക്ഷം രൂപ ചിലവ് വരും. അറിയാലോ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. പകുതി പണം ആദ്യം അടച്ചാലേ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റൂ. മാഡം, വിക്രം സാമ്പത്തിക പ്രശ്നമുള്ള ആളൊന്നുമല്ല. അറിയാം. പോലീസിന്റെ അന്വേഷണത്തിൽ ആളൊരു കോടീശ്വരനും അനാഥനുമാണെന്നറിഞ്ഞു. എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ആളിങ്ങനെ കിടക്കുമ്പോ പണത്തിന്റെ ട്രാൻസാക്ഷൻ നടക്കില്ലല്ലോ. മാത്രമല്ല, പ്രാഥമിക പരിശോധനയിൽ ഇതൊരു അപകടമല്ല, കൊലപാതക ശ്രമമാണ്. അല്ല, നിങ്ങൾ എങ്ങനെയാ റിലേഷൻ? മാഡം, ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. വിക്രം ആരുമില്ലാത്തവനല്ല. പണം ഉടനെ അടയ്ക്കാം. ഡോക്ടർ സർജറിക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. പത്മാവതിയുടെ ബൈസ്റ്റാൻഡർ ആരാ? ഞാനാ മകൻ. കുറച്ച് ചൂട് കഞ്ഞി വാങ്ങിച്ചോണ്ട് വരണം. പിന്നെ പേസ്റ്റും ബ്രഷും കൂടി വേണം. ശരി സിസ്റ്റർ. ബില്ലടിച്ചോളൂ. ശരി.
ബില്ലടച്ചു. ബാക്കി പണം ഞാൻ വർഷയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? വർഷ ഇങ്ങനെ കരഞ്ഞാൽ തലവേദന വരും. കരയാതിരിക്കും. വർഷയ്ക്ക് ചായ വേണോ? വേണ്ട. കുടിക്കാൻ വേറെന്തെങ്കിലും? ഒന്നും വേണ്ട. എന്നാ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ദാ. സുചിത്രേച്ചി, ഇങ്ങനെ അരിഞ്ഞാ മതി. നോക്കിയേ, കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണം. ദേ, കൈമുറിയാതെ നോക്കണേ. ഇന്നെ സാമ്പാർ ഞാൻ വെക്കും. ചേച്ചി അതൊന്ന് പറഞ്ഞു തന്നാ മതി. പിന്നെന്താ, ആദ്യം കുറച്ച് പരിപ്പെടുത്ത് കഴുകി ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അത് നന്നായി കുതിരുമ്പോഴേക്കും പച്ചക്കറി അരിഞ്ഞെടുത്താ മതി. തക്കാളിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞു വെക്കണം. ചെയ്യാം ചേച്ചി.